ഇതുണ്ട്. ഇതിലൊക്കെ ഗ്യാപ്പ് കാണുന്നത് കംപ്ലീറ്റ് ഇതിൻ്റെ കായ്കൾ നിലത്ത് വീണ് പോയതാണ്. ഞാൻ എത്താനൊരു 2-3 ദിവസം വൈകിപ്പോയി. ഫെബ്രുവരി 3-4 ദിവസം മുമ്പ് എന്നോട് വരാൻ പറഞ്ഞതായിരുന്നു. അടിപൊളി കേട്ടോ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനുസ് സക്രിയ. വയനാട് പുത്തൻകുന്ന് പ്രവാസിയായ കബീറിൻ്റെ വീട്ടിലാട്ടോ ഞാനിപ്പോൾ ഉള്ളത്. വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഈന്തപ്പന പഴുത്ത് ചുറ്റും കുലകളായി നിൽക്കുന്ന ഒരു കാഴ്ച. സത്യത്തിൽ കേരളത്തിലുള്ള എല്ലാ ഇടങ്ങളിലും ഈന്തപ്പനയുടെ മരങ്ങൾ നമുക്ക് കാണാം. പ്രത്യേകിച്ച് പ്രവാസികളുടെ വീട്ടിലൊക്കെ പലയിടങ്ങളിലും വയനാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇതുപോലെ കായ്കൾ ഉണ്ടായിട്ട് ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല. കായ്കൾ പഴുത്ത് കായ്കളായിട്ട് കണ്ടോ. ഇപ്പോൾ ഞാൻ വരാൻ 2-3 ദിവസം വൈകി. കബീർ എന്നോട് വിളിച്ചു പറഞ്ഞു, അങ്ങനെ സംഭവം ഉണ്ട്. ഖത്തറിലാണ് മൂപ്പര്, 15 വർഷത്തോളമായി. ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തോളൂ പറഞ്ഞു. അങ്ങനെ എനിക്ക് വരാൻ 2-3-4 ദിവസം വൈകി. അപ്പം ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്താ വെച്ചാൽ, ഇതിൻ്റെ താഴത്ത് മൊത്തം പഴുത്ത കായ്കൾ വീണ് കിടക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഓരോ കൊലയിൽ നിന്ന് കായ്കൾ കണ്ടമാനം പോയിട്ടുണ്ട്. അപ്പോൾ അവർ ഈ കായ്കളൊക്കെ ഇതിൽ നിന്നും പഴുത്തത് പറിച്ചിട്ട് ഒരു പാത്രത്തിലൊക്കെ ആയിട്ട് ചുറ്റും അവർക്ക് വീട്ടുകാരിലൊക്കെ നൽകുകയാണ്. എന്തായിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെ വർഷമാണ് ഇപ്പോൾ ഈ ഈന്തപ്പന കായ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും വിളയിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിൻ്റേതായ കുറച്ച് രീതികൾ ഇതിൽ പിന്തുടരണം. അതെന്താണെന്ന് കബീറിനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പല സ്ഥലങ്ങളിലും ഈന്തപ്പനകൾ നിറച്ച് കാണാം വീടുകളുടെ മുറ്റത്തൊക്കെ. പക്ഷേ എവിടെയും കായ്കൾ കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ കബീർ ഒരു മരം വെച്ച് 2-ാമത്തെ വർഷം കായ്കൾ, 2-ാമത്തെ വിളവെടുപ്പ്. അപ്പോൾ ഞാൻ കബീറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെങ്ങനെയാണ് സംഭവം, എന്താണ് ഇവിടെ ഒരു ഒറ്റ മരമുള്ളൂ? നിരവധി മരങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്, അവിടെ ഒന്നും കായ്കൾ കാണുന്നില്ല, പല ജില്ലകളിൽ കാണുന്നുണ്ടെന്ന്. അപ്പോൾ കബീർ എന്നോട് പറഞ്ഞു, അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ എങ്ങനെയാണ്. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ അവൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമുക്കത് വീഡിയോയിൽ ആഡ് ചെയ്യും. അപ്പോൾ ഇത് പലർക്കും ഉപകാരപ്പെടും. ഒരു വീട് വെച്ചപ്പോൾ കബീറിൻ്റെ മനസ്സിലായിരുന്നു, എന്തെങ്കിലും ഒരു വ്യത്യസ്തമായൊരു സംഭവം വീടിൻ്റെ മുറ്റത്ത് വേണം, ഒരു മരം. അങ്ങനെ അവന് തോന്നിയൊരാശയാണ്. കബീർ 15 വർഷത്തോളം പ്രവാസിയായ കബീറിൻ്റെ കഫീൽ ഒരു ഈന്തപ്പന കൃഷിക്കാരനാണ്. അങ്ങനെയാണ് കബീറിന് ഇങ്ങനെ ഒരു ആശയം വന്നത്. അങ്ങനെ വയനാട് ജില്ലയിലെ കാക്കവയൽ ഫാമിൽ നിന്നും ഒരു അത്യാവശ്യം വലുപ്പമില്ല ഒരു തൈ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. 2-ാമത്തെ വർഷം തന്നെ അത് വിളവെടുപ്പ് ആയി. കബീർ 8,000 രൂപ കൊടുത്തിട്ടാണ് ഈ തൈ വാങ്ങിയത്. അങ്ങനെ ഈ തൈ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. തൈ വളർന്നു വന്നപ്പോൾ ഇത് 2 തരമുണ്ടെന്നാണ് പറഞ്ഞത്. 2 തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും. അപ്പോൾ ഇതിൻ്റെ പരാഗണം നടക്കണം. പരാഗണം നടന്നാൽ മാത്രമേ ഇത് കായ്കൾ ഉണ്ടാകുള്ളൂ. മിക്ക സ്ഥലങ്ങളിലും സംഭവിക്കുന്ന അതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പരിപാലനമുണ്ട് അതുകൂടി. അങ്ങനെ ഗൾഫിൽ നിന്നും ഇതിൻ്റെ പരാഗണം ചെയ്യുന്ന പൗഡർ, അതിൻ്റെ ബോട്ടിൽ ഇവിടെ ഉണ്ട്, സംഗതി ഇവിടെ ഉണ്ട്. അത് 2 വർഷം മുമ്പ് കൊടുത്തയച്ചു. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇതിൻ്റെ വിദഗ്ധർ പറഞ്ഞാൽ ഇതേക്കുറിച്ച് ചെയ്യാൻ ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ട് അറിയുന്നവർ ഇവിടെ വന്നിട്ട് അതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ അവർക്ക് നൽകി ഇവിടെ വന്നിട്ട് ഇതിൻ്റെ സംഭവം പരാഗണം ചെയ്തു. ആ ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനിതിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതേ രീതിയിൽ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും കുലകൾ 2-ാമത്തെ തവണ കായ്ച്ചത്. 2-ാമത്തെ തവണ പറഞ്ഞാൽ വർഷത്തിൽ 3 തവണയാണ് ഇതിൻ്റെ വിളവെടുക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു ചൂടുള്ള ഒരു സ്ഥലങ്ങളിൽ, ഗൾഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗൾഫ് ചൂടാണല്ലോ, ചൂടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായി വരുന്ന ഈ ഒരു ഈന്തപ്പന വയനാട്ടിൽ, ഇത്രയും കൂളിങ്ങായ ഈ വയനാട്ടിൽ എങ്ങനെ വിളയിച്ചെടുത്തു? അതാണ് തോന്നുന്നു. ചെറിയൊരു കായ്ക്കൊരു വലിപ്പക്കുറവ് മാത്രമേ ഇതിൽ ഫീലുള്ളൂ, വേറെ ഒന്നുമില്ല. എന്തായാലും ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാനിത് കണ്ടുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരമാകട്ടെ എഴുതിയിട്ടാണ്. ഈന്തപ്പനകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ നമുക്കത് വിളവെടുക്കണം. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ തൈകൾ വാങ്ങാൻ കിട്ടും. പലർക്കും മോഹമാണ്. ഇതൊരു വ്യത്യസ്തമായി വേറിട്ടൊരു സംഭവമാണല്ലോ. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രികളിൽ ഉണ്ടാകുന്ന സാധനം അവനവൻ്റെ വീടിൻ്റെ മുറ്റത്തിൻ്റെ കായ്കൾ പറിച്ച് കഴിക്കുക പറഞ്ഞാൽ, നമുക്ക് ഫ്രഷായിട്ടുള്ള കായ്കൾ സാധാരണ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേക്കറിയിൽ പോയിട്ട് വാങ്ങണം, നല്ല വില കൊടുത്ത് വാങ്ങണം. അതല്ലെങ്കിൽ പ്രവാസികൾ വരുമ്പോൾ. ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇതൊരു അപൂർവമായ മനോഹരമായൊരു കാഴ്ചയാണ്. വയനാട് പുത്തൻകുന്ന് സ്കൂളിന് തൊട്ട് മുന്നിലുള്ള കബീറിൻ്റെ വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു മൂലയിൽ മനോഹരമായി പൂത്ത് മഞ്ഞ കളറിൽ ഇങ്ങനെ കായ്കളായി പഴുത്ത് നിൽക്കുന്ന ഒരു ഈന്തപ്പന. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. പ്രത്യേകിച്ച് വയനാട്ടിൽ അതിന് ചുറ്റും ഇങ്ങനെ മഞ്ഞ കുലകൾ ഇങ്ങനെ തൂങ്ങി പഴുത്ത് നിൽക്കുന്ന കായ്കൾ. സത്യം പറഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ഞാനത് അവിടെ അങ്ങനെ നോക്കി നിന്നു. അതിന് ശേഷമാണ് ഞാൻ
ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചെന്നത്. ഇതിൻ്റെ കായ്കൾ എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാകുക എന്നതിനെക്കുറിച്ചൊക്കെ, ഏത് രീതിയിലാണ് ഇതിൻ്റെ പരാഗണം കാര്യങ്ങളൊക്കെ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ ആ ഇട്ട് കൊടുത്ത സമയത്ത് ചെയ്ത സമയത്തുള്ളത് നമ്മളിപ്പോൾ കാണിക്കട്ടോ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈന്തപ്പന കുലച്ച് വരുന്ന ഒരു ടൈമാട്ടോ. അപ്പോൾ ഇത് കുലച്ച് വരുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുള്ളുകൾ, ഇതിൻ്റെ പട്ടയിലുള്ള മുള്ളുകൾ നീക്കം ചെയ്യണം. നീക്കം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിൻ്റെ പരാഗണം ചെയ്യാൻ, ഇതിൻ്റെ പൊടികളിടാൻ. അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. പരാഗണം ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫീമെയിലാണ്. അപ്പോൾ മെയിലിന് അനുയോജ്യമായ ആ പൗഡർ, അത് പരാഗണ പൗഡർ, അത് ഗൾഫിൽ നിന്നും കബീർ കൊടുത്തയച്ചതാണ്. അപ്പോൾ ആ പൗഡർ കോഴിക്കോട് നിന്നും ടീം വന്നിട്ട് അവർ അത് പരാഗണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ആ ബോട്ടിൽ നിന്നും അത് അതിൻ്റേതായ ആ ക്രമത്തിൽ അതിനനുസരിച്ച് ഡാമേജ് ആകാത്ത രീതിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ കായ്കൾ വരുമ്പോൾ, കുല വരുമ്പോൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ മുള്ളുകളൊക്കെ നീക്കം ചെയ്തത് കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ പൗഡർ കറക്റ്റ് സ്ഥലങ്ങളിലേക്ക് വിതരണം. അപ്പോൾ ഒരു കൈ കൊണ്ട് നമ്മൾ പിടിക്കണം. അതുപോലെ അതിൻ്റെ ചുറ്റും നിറച്ച് കുലകളാണ്. അപ്പോൾ ആ കുലകൾ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ, ഇതുപോലെ പിടിച്ചിട്ട് കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള മുള്ളുകളാണ് അതിന്മേൽ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റേതായ അറിയുന്ന ആളുകൾ വന്നിട്ട് അതിൻ്റേതായ രീതിയിൽ ഫസ്റ്റ് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാമെന്ന് തോന്നുന്നു. എന്തായാലും വയനാട്ടിലെ ഈ ഒരു മനോഹര അപൂർവമായ ഒരു കാഴ്ച നേരിട്ട് കാണാനും ചിത്രം പകർത്താനും നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു. ഭയങ്കര വെയിലുള്ളൊരു ടൈമായതുകൊണ്ട് വിഷ്വൽസിന് കുറച്ച് കണ്ടോ സൂര്യപ്രകാശം ഒരു കളറ് ഒരു ബുദ്ധിമുട്ട് വന്നു. എന്തായാലും ഒരുപാട് ആളുകളുടെ വീട്ടിലൊക്കെ ഫാമുകളിലൊക്കെ ഈന്തപ്പനകളുണ്ട്. പക്ഷേ അധികം എവിടെയും കായ്ക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കായ്ക്കാത്തത് എന്നുള്ളത് അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും പ്രവാസിയായ നീണ്ട 15 കൊല്ലം പ്രവാസ ജീവിതം ഖത്തറിൽ നയിക്കുന്ന കബീറോടല്ല, കബീറിൻ്റെ വീട്ടിൽ വരാനും ഇതുപോലുള്ള ഒരു വീഡിയോ ചെയ്യാനും ആളുകളിലേക്ക് എത്തിക്കാനും സാധിച്ചു. കബീർ അതെന്നോട് വിളിച്ചു പറഞ്ഞതാണ് ചെയ്യാൻ. അതുപോലെ വിശദമായി ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എനിക്കും സാധിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷം. വീഡിയോ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ @സുലുവൺ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മനോഹരമായ മറ്റൊരു വീഡിയോയുമായി ഞാനിനി എത്തുന്നതായിട്ട്. ഈന്തപ്പന പഴുത്ത് നിറച്ച് കായ്കൾ നിൽക്കുന്നത്, അതിൽ നിന്നും എടുത്ത കായ് നമ്മുടെ ഭാര്യ കഴിച്ചു നോക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നോക്കട്ടെ. ഇതാണ് പഴുത്ത് കേട്ടോ. ഇവരോട് പറിച്ചു വെച്ചതാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ താഴോട്ട് വീണ് പോവുകയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. സാധാരണ നമ്മൾ കടയിൽ നിന്നല്ലേ വാങ്ങല്. ഇത് നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രവാസികൾ വരുമ്പോഴും നമുക്ക് കൊണ്ടുവന്ന് തരും. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫ്രഷ് കിട്ടാറ്. ഇതിപ്പോൾ ലൈവായിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട മുന്നിൽ നിന്നുള്ള മരത്തിൽ നിന്ന് പറിച്ച കായ്കളിലെ കുറച്ചൊരു വലിപ്പക്കുറവ് മാത്രം, അത് ഈ കാലാവസ്ഥേൻ്റെ ആയിരിക്കും. എന്തായിട്ടുണ്ടെങ്കിലും നിറച്ച് നിറച്ചുണ്ട് കായ്കൾ. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ്.